ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ മിക്സിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 2 മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള അത്യാവശ്യം വലിപ്പമുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് വന്നോളും. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് അരഞ്ഞു വരണം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തരികളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ക്യാരറ്റിൻ്റെ ചെറിയ തരികളുണ്ടെങ്കിലും കേക്കിലേക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് ചേർക്കണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വിസ്കില്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാത്തത് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ക്യാരറ്റിൻ്റെ വലുപ്പവും അതുപോലെ മുട്ടയുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇതേപോലുള്ളൊരു നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും സ്റ്റിക്കിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ജാറിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കേക്ക് തന്നെ നിങ്ങൾക്ക് അല്ലാതെ റൗണ്ടിലുള്ള കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് ഐസിങ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർക്ക് ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്